ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അങ്ങനെ നീ ചെയ്തിരുന്നുവെങ്കിൽ ശിവാനി ചതിച്ചുവെന്ന വിഷമമെങ്കിലും പ്രണവിന് ഉണ്ടാവില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട വിഷമം എന്തായാലും അവന് കാണും. പക്ഷേ 1-2 ദിവസം കഴിയുമ്പോ അതങ്ങ് മാറുകയും ചെയ്തേനെ. പക്ഷേ നിന്റെ മനസ്സ് അങ്ങനെയല്ലല്ലോ. അത് നിറയെ പകയല്ലേ. ശിവാനിയോടുള്ള തീർത്താൽ തീരാത്ത പക. അവളോട് പ്രതികാരം ചെയ്യാനുള്ള അവസരമായിട്ട് നീ അതിനെ എടുത്തു. ഒരു ഭീകരവാദിയെ കയ്യിൽ കിട്ടിയ സന്തോഷത്തോടെ തെളിവുകൾ ശേഖരിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രതിയായി ചിത്രീകരിച്ച് ശിക്ഷിച്ചു. ശിവാനിയെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കളിച്ച കളിയല്ലേടി ഇത്? അല്ലെങ്കിൽ വീഴ്ചയിലാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാ നിനക്ക് എന്തായിരുന്നു കുഴപ്പം? അങ്ങനെ ഒരു ഔദാര്യം ഞാൻ കാണിച്ചിരുന്നെങ്കിൽ അത് മാഡത്തിന് വലിയ സൗകര്യമായിരുന്നേനെ അല്ലേ? ശിവാനി പ്രഗ്നന്റ് അല്ലെന്ന് തുടക്കം മുതൽ എനിക്കറിയാവുന്നതായിരുന്നല്ലോ. അന്ന് മുതൽ ഈ കളി വേണ്ടെന്ന് ഞാൻ ആവുന്ന വിധത്തിലൊക്കെ അവളോട് പറഞ്ഞതുവാ. പക്ഷേ കേട്ടില്ല. എന്നെ പുച്ഛിച്ച് തള്ളി. അവളുടെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നെന്നും പറഞ്ഞ് എന്നെ ശിക്ഷിക്കാൻ നോക്കി ജയിലിലും ആക്കി. അതിനൊക്കെ നിങ്ങളും കൂട്ടുനിന്നതല്ലേ? ഇപ്പൊ ഞാനൊരു അനുകമ്പ കാണിച്ച് പ്രണവ് സങ്കടപ്പെടുമെന്നുള്ള പേരിൽ ആ വീഴ്ചയിലാണ് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കെന്നെ കോണർ ചെയ്യാമായിരുന്നു. ഞാനാണ് ശിവാനിയെ തള്ളിയിട്ടതെന്ന് ശിവാനിയും പ്രണവിനെ വിശ്വസിപ്പിച്ച് അവനെ എന്റെ ശത്രുവാക്കുകയും ചെയ്യാമായിരുന്നു അല്ലേ? എന്തായാലും നിങ്ങളുടെ ബുദ്ധി കൊള്ളാം. ഇപ്പൊ ശിവാനിയുടെ കള്ളം കണ്ടുപിടിച്ചതുപോലും ഒരു തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശം നടക്കാതെ പോയതിന്റെ ദേഷ്യമല്ലേ നിങ്ങൾക്കിപ്പോ? ശിവാനി ഇനി എന്ത് കോപ്രായം കാണിച്ചാലും കുഴപ്പമില്ല, എന്നെ ഇവിടുന്ന് പുറത്താക്കണം. അത് മാത്രമല്ലേ നിങ്ങളുടെ ലക്ഷ്യം? സംശയം എന്താ? അത് തന്നെയാണ് എന്റെ ലക്ഷ്യം. ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനെ വന്ന് നിന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലാത്ത എന്താ? കൂടെ കൂടെ ഓരോ ഡോസ് കിട്ടിയില്ലെങ്കിൽ എന്താ ഉറക്കം വരില്ലേ? മാന്യമായ കാര്യങ്ങൾക്കാണെങ്കിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കും. അല്ലെങ്കിൽ ദാ നോക്ക്, ഞാൻ പഴയ നിധി അല്ലെന്നോർത്തോ. പ്രണവ് കുടിച്ചിട്ട് വന്നതിന്റെ പേരിൽ നീ ഇവിടെ കുറ്റപ്പെടുത്താന്ന് വിചാരിക്കേണ്ട വസു. അവന്റെ എല്ലാ ഗതികേടുകൾക്കും കാരണം നീ ഒറ്റ ഒരുത്തിയ. എന്താ എടുത്തി ഇത്? എന്താന്നോ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശിവാനിയുടെയും പ്രണവിന്റെയും കല്യാണം നടത്താനായി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ പോലും നിന്റെ മുന്നിൽ വന്ന് നിന്ന് കരഞ്ഞ് കാല് പിടിച്ച് യാചിച്ചവളല്ലേ ഞാൻ? അത് വേണ്ടെന്ന് പറഞ്ഞവളല്ലേ? എന്നിട്ട് നീ കേട്ടോ? എല്ലാവരും എതിർത്തിട്ടും നീ ആ കള്ള CKCയെ കൂട്ടുപിടിച്ചുകൊണ്ട് ശിവാനിയെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചു. അവള് കാണിച്ച തോന്നിയാസങ്ങൾക്ക് മുഴുവൻ നീ കൂട്ടുനിന്നു. ആ ധൈര്യം, എന്തു വന്നാലും താങ്ങി നിർത്താൻ ആളുണ്ടെന്നുള്ള വിശ്വാസം, ആ വിശ്വാസോ ശിവാനിയെ കൊണ്ട് ഇത്രയും വലിയ ചതി ചെയ്യിപ്പിച്ചത്. എവിടെയോ കിടന്ന ഒരു വിഷപ്പാമ്പിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി എന്റെ മോനെ തന്നെ കൊത്തിച്ചത് നീ ഒറ്റ എടുത്തിയാ. എടുത്തി എന്തൊക്കെയാ പറയുന്നേ? മിണ്ടി പോകരുത്, പയടിക്കടി. ഇനി മേലെ എന്റെ മകനെ കുറിച്ചോർത്ത് വിഷമിക്കേണ്ട അവകാശം നിനക്കില്ല. ഈ ഈശ്വര മംഗളത്തെ കുറിച്ചും നീ ആലോചിച്ച് ടെൻഷൻ ആവണ്ട.
അതൊക്കെ നോക്കാൻ എനിക്കറിയാം. എന്റെ മോനും മരുമോൾക്കും അറിയാം. നീയേ നിന്റെ കാര്യം നോക്കിയാ മതി. നിന്നെ കാണുന്ന തന്നെ എനിക്കിപ്പോ ചതുർത്ഥിയാടി. ഇങ്ങനെയുണ്ട് ഒരു ജന്മം. ഓടി എന്റെ കൺമുമ്പിന്ന് പൊയ്ക്കോണം. നീ പറഞ്ഞത് കേട്ടില്ലേ? പോ എന്റെ മുമ്പിന്ന്. അമ്മ കരയാതിരിക്കും. ദി, സത്യം പറഞ്ഞ വസുന്ധര മേഡത്തിനെ വിളിക്കാൻ എനിക്ക് പേടിയാ. അവരെന്താ പറയാൻ പോകുന്നെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. അമ്മ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലം എന്ത് പറഞ്ഞാലും അത് കേട്ടില്ല എന്ന് വിചാരിച്ചാ മതി. അമ്മ ഒന്ന് വിളിക്കേ. വിളിക്കണോ? വിളിക്കമ്മേ. മാഡം ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ പലതവണ കട്ട് ചെയ്തെന്നിരിക്കും. നിർത്തരുത്, വിളിച്ചുകൊണ്ടേയിരിക്കണം. ഇനിയും വിളിച്ച് അവരുടെ ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. ആദ്യം ദേഷ്യമൊക്കെ കൂടും. അതൊന്നും തണുപ്പിച്ചെടുക്കേണ്ടത് അമ്മയുടെ ഡ്യൂട്ടിയെ. വിളിക്ക്. വിളിക്കാം. കട്ട് ചെയ്തിട്ട് എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നത്? ഒരു മര്യാദയില്ലേ? അയ്യോ ദേഷ്യപ്പെടല്ലേ മാഡം. ഒരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ടല്ലേ വിളിച്ചത്. എന്ത് അത്യാവശ്യമായാലും എന്നെ വിളിക്കണ്ട. ഞാൻ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. അത്തരം പണിയാണല്ലോ മോളിവിടെ ഒപ്പിച്ചിട്ട് പോയത്. കുപ്പത്തൊട്ടിയിൽ കിടന്ന നിന്റെ മോളെ ഞാൻ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവന്ന് കോടീശ്വരിയാക്കി വാഴിക്കാൻ നോക്കി. അതാ ഞാൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. ഇവിടുത്തെ ബംഗ്ലാവും പണവും സുഖ സൗകര്യങ്ങളും ഒക്കെ കണ്ടപ്പോ അവളങ്ങ് മതിമറന്നു. പ്രഗ്നന്റ് ആണെന്ന് എന്നോട് പോലും അവള് കള്ളം പറഞ്ഞു. നിന്റെ മോള് കാണിച്ച ചതിയുടെ പഴി പോലും ഇപ്പൊ എന്റെ തലയിലാ. ഞാൻ കൂടി അറിഞ്ഞുകൊണ്ട് കളിച്ച കളിയാണെന്നാ